ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൂടിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഹരിനെയും അച്ചുവിനെയാണ്. അപ്പോൾ ഹരി അച്ചു ആദ്യരാത്രി നടന്ന സംഭവങ്ങൾ അവരിങ്ങനെ ഓർത്തെടുക്കുകയാണ് കേട്ടോ. ശരിക്കും ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ. അച്ചു വലിയ വീട്ടിലെ കുട്ടിയാ, ഞാനോ വെറും ഒരു ഓട്ടോക്കാരൻ, ഒരു അനാഥൻ. അങ്ങനെ മാത്രം ഞാൻ അങ്ങനെ ഒരിക്കലും ചിന്തിക്കുന്നില്ലല്ലോ ഹരി. ഇപ്പൊ നീ ചിന്തിക്കുന്നുണ്ടാവില്ല, പക്ഷെ നാളെ നീ ചിലപ്പോ ചിന്തിക്കും. അന്ന് ഞാൻ അണിയിച്ചു തന്ന ഈ താലി ചിലപ്പോ ഒരു ഭാരമായിട്ട് തോന്നും അച്ചുവിന്. എന്നെ എന്നെ അച്ചു അന്നേരം വെറുക്കാൻ തുടങ്ങും. ഒരിക്കലുമില്ല ഹരി, ഹരിയെ വെറുക്കാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല എന്നൊക്കെ ഇപ്പൊ തോന്നുന്നല്ലേ അച്ചു. ജീവിതം മുന്നോട്ട് പോകുമ്പോ എല്ലാ കാര്യങ്ങളും മാറും. ഈ തോന്നലും സ്നേഹവും എല്ലാം മാറും എന്ന് പറഞ്ഞു. കാത്തിരിക്കണം. ഞാനും അച്ചുവിന് ചേർന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്ന ദിവസം വരെ അച്ചു ഒന്ന് കാത്തിരിക്കണം എന്ന് പറഞ്ഞു. അന്നേ നമ്മൾ തമ്മില് ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിതം തുടങ്ങൂ എന്ന് പറഞ്ഞു. അതുവരെ നല്ല സുഹൃത്തുക്കൾ, അത് മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞു. അതെ, ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പൊ കുറച്ചു നേരം അച്ചു നിന്ന് ആലോചിച്ചു നോക്കി. സമ്മതം, എനിക്ക് സമ്മതമാണ്. ഹരി പറയുന്നത് അനുസരിക്കാൻ എനിക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞു. പക്ഷെ ഒരു സത്യം ഹരി ആദ്യം മനസ്സിലാക്കണം. ഇത് മുഴുവനും ഇപ്പൊ സംസാരിച്ചത് മുഴുവൻ ഹരിയുടെ ഉള്ളിലെ വെറും കോംപ്ലക്സ് മാത്രമാണ്. ഞാൻ വലിയ വീട്ടിലെ കുട്ടി, ഹരി അനാഥൻ, വെറുതെയാ. അങ്ങനെ ഒരൊന്നുമില്ല കേട്ടോ. ഞാനൊന്നും ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്ന പോലും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ചിന്തിക്കുന്നുണ്ട് അച്ചോ. ചിന്തിച്ചോളൂ. ആ തോന്നല് ഞാനത് മാറ്റിയെടുത്തോളാം. നമ്മുടെ ഈ ജീവിതം നമുക്ക് മാത്രം വേണ്ടിയിട്ടല്ലല്ലോ ഹരി, ആണോ? സേതു മാധവൻ എന്ന എന്റെ വലിയേട്ടനും കൂടി വേണ്ടിയിട്ടല്ലേ. ഏട്ടൻ ആരുടെ മുൻപിലും തോൽക്കാൻ പാടില്ല. അത് ഞാൻ സമ്മതിക്കില്ല ഹരി എന്ന് പറഞ്ഞു. നമ്മൾ പിരിഞ്ഞ വലിയേട്ടൻ തോറ്റുപോകും. അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് ഞാൻ എന്തും സഹിക്കും, എന്ത് വിട്ടുവീഴ്ചയും ചെയ്യും. എന്നോട് ദേഷ്യം തോന്നരുത്. ഒരു ദേഷ്യമില്ല, പകരം കുറച്ച് സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു അച്ചു. ഒരപേക്ഷയുണ്ട്. നമ്മളിങ്ങനെ തീരുമാനിച്ച കാര്യം മറ്റാരും അറിയാൻ പാടില്ല. അവരുടെ മുന്നില് നമ്മൾ എന്നും നല്ല മാതൃകാ ദമ്പതികൾ മാത്രമായിരിക്കും. ഉറപ്പ് എന്ന് പറഞ്ഞു. അതങ്ങനെ തന്നെ ആയിരിക്കും. എന്നാ കിടന്നോ എന്ന് പറഞ്ഞു. അച്ചു കിടന്നോ എന്ന് പറഞ്ഞു. അപ്പൊ അച്ചു അപ്പുറത്ത് കയറി കിടന്നിട്ട് കിടക്കുന്നില്ലേ ഹരി എന്ന് ചോദിച്ചു. ആ കിടക്കാം. അപ്പൊ ഹരി വേഗം തന്നെ അവിടെ ഇരുന്ന് തലവണ എടുത്ത് നടുഭാഗത്ത് വെച്ചിട്ട് ഹരിയും കയറി കിടക്കാണ്. അപ്പം എന്നിട്ട് അച്ചു ഇങ്ങനെ കൈകുത്തി ഹരിയന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി കിടക്കുക കേട്ടോ. പക്ഷെ ഹരിക്കാണെങ്കിൽ ആകെ ചമ്മല, നാണക്കേട്, ആകെ പ്രശ്നങ്ങളാണ്. ഹരി പിന്നെ വേഗം തന്നെ ഇപ്പുറത്തേക്ക് തിരിഞ്ഞു കിടന്നപ്പോഴത്തേനും അച്ചു വേഗം പറയാണ്, അതെ, നമ്മൾക്കിടയില് ഈ ഒരു തലവണ കൊണ്ടിട്ടുള്ള ഒരു മതിലുണ്ടല്ലോ, ഈ അകലം കുറഞ്ഞില്ലാതാവുന്ന ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാ ഞാൻ ഇനി കാത്തിരിക്കാൻ പോണത്. അത് അധികം അകലെ അല്ലാന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിവേ, സോ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞു. അപ്പം ഹരിയും ഗുഡ് നൈറ്റ് പറഞ്ഞ് രണ്ടുപേരും ഉറങ്ങാൻ കിടക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ഹരി ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ. അതിനുശേഷം നമ്മുടെ അച്ചു, ഹരി എന്താ ഹരി എന്ന് ചോദിച്ചു. തട്ടി വിളിച്ചു. സോറി ട്ടോ. എന്താ? അല്ല, വിളിച്ചപ്പോഴേ ഞാൻ അറിയാതെ ദേഹത്തൊന്ന് തൊട്ടുപോയി. കളിയാക്കിയതല്ലേ എന്നെ. എന്റെ അച്ചു, കുറ്റബോധം കൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്റെ മനസ്സെന്താന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. അതുകൊണ്ട് അച്ചു പറയും, അമ്മയുടെ നോട്ടം കാണുമ്പോ തന്നെ എന്തോ പേടിയാവുക. ശരിയല്ലേ അമ്മ പറയണത്? ഞാൻ അവരുടെ നാണം കെടുത്തുക തന്നെയല്ലേ ചെയ്തത് എന്നിങ്ങനെ ചോദിക്കാണ്. മൂത്ത മകളുടെ ഭർത്താവായി എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാ അമ്മ എന്ത് മറുപടി പറയും? ആർക്കായാലും അത് ദേഷ്യം വരില്ലേ? എന്റെ പൊന്നു ഹരി, ദേഷ്യപ്പെടാൻ എന്റെ അമ്മയ്ക്ക് എന്ത് അവകാശമുള്ളത്? ആരായിരുന്നു നിഖില്? അറിയോ? നിഖിലിനെ പോലുള്ള ഒരാളുടെ ഒപ്പം ജീവിക്കാൻ എന്നെ നിർബന്ധിച്ചത് ആരാ? അതെ, ജാതക പ്രകാരം ഇപ്പൊ കല്യാണം നടന്നില്ലെങ്കിൽ ഇനി ഒരിക്കലും നടക്കില്ല എന്ന് ജ്യോത്സ്യന്മാര് പറഞ്ഞത് അമ്മയോട് തന്നെ ആയിരുന്നില്ലേ? പിന്നെ നിഖിലിനെ ഒഴിവാക്കിയപ്പോ പകരം എന്ത് വേണമെന്ന് വല്യേട്ടൻ ചിന്തിച്ചു. എന്റെ കല്യാണം ഒരു കാരണവശാലും മുടങ്ങരുതെന്ന് വല്യേട്ടന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ തെളിഞ്ഞ വഴിയായിരുന്നു ഹരി. എന്തോ എനിക്കത് കൃത്യമായിട്ടൊരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല അച്ചു. അതാണോ ശരി, ഇതാണോ ശരി? മനസ്സിങ്ങനെ ചാഞ്ചാടിക്കൊണ്ടേയിരിക്കുക. ഹരി ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന എന്താണെന്നറിയോ? ശരിക്കും സേതുവേട്ടനെ പറ്റിച്ചോണ്ടിരിക്കുക. സേതുവേട്ടനെ ഞാൻ പറ്റിക്കേ? ഒരിക്കലുമില്ല. സേതുവേട്ടൻ എന്റെ ദൈവമാ ശരിക്കും. എന്നാ ആ കാണപ്പെട്ട ദൈവത്തെയാ ഇപ്പം ഹരി വഞ്ചിക്കുന്നത്.
സേതുവേട്ടൻ ഇപ്പം എന്താ വിചാരിക്കുന്നത്? പറ. നമ്മളെ നല്ല സന്തോഷത്തോടെ ഹണിമൂൺ ആഘോഷിച്ചുകൊണ്ടിരിക്കാന്നല്ലേ? സത്യമാണോ ഹരി അത് എന്ന് ചോദിച്ചു. ആ കട്ടിലിന്റെ അറ്റത്ത് ഞാൻ, വേറൊരറ്റത്ത് ഹരി, വടക്ക് തലയണ. അങ്ങനെയല്ലേ ഇപ്പൊ ഉറങ്ങാം. പക്ഷെ വല്യേട്ടനൊന്നും അറിയുന്നില്ലല്ലോ. നമ്മള് തൽക്കാലം പറയുന്നുമില്ല. കബളിപ്പിക്കലല്ലേ അത്? അത് പിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് ഹരി. പക്ഷേങ്കില് എത്ര കാലം വേണമെങ്കിലും ഞാൻ കാത്തിരിക്കുകയും ചെയ്യും. ഹരിയുടെ മനസ്സ് മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കും എന്ന് പറഞ്ഞ അച്ചു പതുക്കെ അങ്ങോട്ട് എഴുന്നേറ്റ് അങ്ങ് പോയി കേട്ടോ. അച്ഛൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ശരിക്കും സങ്കടവും ഉണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ഇന്ദ്രനെയാണ്. അപ്പൊ ഇന്ദ്രന്റെ അടുത്തേക്ക് ഇതേ കാട്ടൂരാൻ വക്കീൽ എത്തിയിരിക്കുകയാണ്. ഹലോ എന്ന് വിളിച്ചുകൊണ്ടാണ് എത്തുന്നത്. ആ വക്കീലേ, താങ്കളോ എന്നിങ്ങനെ ചോദിച്ചു. വണ്ടി എവിടെ? വണ്ടി പുറത്തിട്ടു. പിന്നെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, അത് പറയാനാ വന്നത് എന്ന് പറഞ്ഞു. പല്ലവി ഹൈക്കോർട്ടിലെ അപ്പീലിന് പോയി. അതാണ് ഇനി നിയമയുദ്ധം നടക്കാൻ പോകുന്നത്. അങ്ങ് ഹൈക്കോടതിയിലാ, മനസ്സിലായോ എന്ന് ചോദിച്ചു. ഓഹോ, അപ്പൊ നമ്മൾ പേടിച്ചിരുന്നത് തന്നെ സംഭവിച്ചു അല്ലേ വക്കീലേ? ഗ്രൗണ്ട് ഉണ്ടാവക്ക് പറയാൻ എന്തെങ്കിലും വേണ്ടേ? ഇല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? ശരിക്കും ഇവിടെ താഴെ കോടതി പറഞ്ഞതുപോലെ തന്നെയായിരിക്കും അവിടെയും. അവള് പിന്നെ എങ്ങനെ കേസ് ജയിക്കാനാ എന്നിങ്ങനെ ചോദിക്കാണ്. അതെ, നമ്മള് ഇവിടുത്തെ കോടതി ജയിച്ചതുപോലെ അവിടെയും ജയിക്കാം എന്നായിരിക്കും അവള് വിചാരിച്ചിരിക്കുന്നത്. അത് പറയാൻ പറ്റില്ല. നിങ്ങൾക്കെതിരെ കുറച്ച് പുതിയ പരാതികളും ഹൈക്കോടതി കൊടുത്ത ആ ഒരു അപ്പീലില് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അവള് ഈ വീട്ടിൽ വന്ന് താമസിച്ചിരുന്നുവെന്നും ആ സമയത്ത് നിങ്ങൾ എല്ലാവരുടെ അവളെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്നും ആ ശ്രമം ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ കീഴിലാണെന്നും അതുകൊണ്ട് ഡിവോഴ്സ് അനുവദിച്ചു തരണമെന്നുമാണ് ഇപ്പോഴത്തെ പല്ലവിയുടെ വാദം. മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പൊ ഇന്ദ്രനാകെ ടെൻഷനായി അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഇന്ദ്രൻ വേഗം തന്നെ ഈ സമയത്താണ് നമ്മുടെ രാജലക്ഷ്മി ഇറങ്ങി വരുന്നത്. അപ്പൊ വക്കീലിനെ കണ്ടപ്പോഴത്തേനും വേഗം തന്നെ രാജലക്ഷ്മി കാട്ടൂരാന്റെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പം വേഗം തന്നെ ആ വക്കീലെ എന്ന് ചോദിച്ചു. കുഴപ്പമാവോ വക്കീലെ? ആ പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. 50-50 ചാൻസാ. നമ്മൾ നന്നായി ശ്രമിക്കേണ്ടി വരും. അവരും ശ്രമിക്കും. കോടതി ആരുടെ ഭാഗത്ത് നിൽക്കുമെന്ന് വിധി വന്നാലേ അറിയാൻ പറ്റൂ. എന്റെ വക്കീലെ, ഞങ്ങളൊന്നും ഉപദ്രവിച്ചിട്ടില്ല. പരാതിയിൽ അവള് പറയുന്നത് ശുദ്ധ നുണയാ. അല്ല, അതെനിക്ക് മനസ്സിലാവും രാജലക്ഷ്മി. പക്ഷെ അങ്ങനെ പറയാൻ തീരുമാനിച്ചത് പല്ലവിയുടെ വക്കീലിന്റെ ചെറിയൊരു ബുദ്ധിയായിരിക്കും എന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ദ്രനിങ്ങനെ നിന്നിട്ട്, അല്ല, ഈ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് എപ്പോഴും ആനുകൂല്യം കിട്ടുന്ന ഒരു വകുപ്പ് തന്നെയാണ്. ആ ഒരു വകുപ്പിൽ ചുമത്തിയാല് ജീവന് ഭീഷണിയുണ്ട് എന്നുള്ള സാഹചര്യം വന്നാൽ കോടതി ഉറപ്പായിട്ടും ഡിവോഴ്സ് അനുവദിക്കുക തന്നെ ചെയ്യും. അത് നടക്കാൻ പാടില്ല വക്കീലെ. അങ്ങനെ സംഭവിച്ച ഞങ്ങൾക്കത് വലിയ നാണക്കേടാ എന്ന് പറയാണ് രാജലക്ഷ്മി. അതെ, ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് പോലും കാര്യമില്ല. അതുകൊണ്ട് ഒറ്റ ദിവസം, ഒരേ ഒരു ദിവസമെങ്കിലും അത് മതി എനിക്ക് അവളെ ഭാര്യയായിട്ട് എന്ന് ഇന്ദ്രൻ പറയാ. അത് വേണം, അതിൽ കുറഞ്ഞ ഒരു കോംപ്രമൈസിനും ഞാൻ തയ്യാറല്ല എന്ന് ഇന്ദ്രൻ തറപ്പിച്ചു പറഞ്ഞു. നേരിട്ടും തയ്യാറല്ല, കോടതി വഴിയും ഞാൻ തയ്യാറല്ല. പേടിക്കണ്ട, ഞാനുണ്ടല്ലോ. നമുക്ക് വഴി ഉണ്ടാക്കാം ഇന്ദ്ര. പിന്നെ ശത്രുവിന്റെ ശത്രു മിത്രം എന്നാണല്ലോ, അതറിയാലോ. ആ ഒരു പോയിന്റ് പിടിച്ചാണ് നമ്മൾ ഇത്തവണ കളിക്കാൻ പോകുന്നത്. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ദ്രന്റെ അടുത്തേക്ക് കാട്ടൂരാൻ ചെന്നിട്ട്, അതെ, എത്ര വലിയ വക്കീലിനെ കൊണ്ടുവന്നാലും അത്ര പെട്ടെന്നൊന്നും നമ്മളെ തോപ്പിക്കാൻ പറ്റില്ല. അത്ര സ്ട്രോങ് ഡിഫൻസ് ആണ് നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നതടോ. ദേ, ഞാൻ വക്കീലെ വിശ്വസിക്കുന്നു. എല്ലാം വക്കീലിന്റെ കയ്യിലാ. അവസാനം കൈ മലർത്തി കാണിക്കരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ എന്ന് പറഞ്ഞ് ഇന്ദ്രനകത്തേക്ക് പോയി. അപ്പൊ രാജലക്ഷ്മിയോട്, ഇവനെ ഞാൻ നിർത്തു വക്കീലെ, എന്നെ കൂടി മനസ്സാ വക്കീലെ അവൻ പറഞ്ഞിട്ട് പോയത്. അവളുടെ മുന്നിൽ തോക്കുക എന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ട് അപ്പം എല്ലാം ശരിയാവും, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വേഗം കാട്ടൂരാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പൊ രാജലക്ഷ്മി, എന്റെ പൊന്നോ, ഇനി എന്താ സംഭവിക്കാന്ന് ആർക്കറിയാം. അപ്പൊ പിന്നെ കാണുന്നത് പൊന്നുമടത്തിലാണ്. അപ്പൊ പല്ലവി അവിടെ ഇരിക്കുന്നു. പ്രതാപനും ശ്രീദേവിയും പത്മയും കൂടെ അങ്ങോട്ടേക്ക് കയറി വരുവാണ്. എന്തിയെ ചേച്ചിയില്ലേ? ഉണ്ട്, ഒന്ന് വിളിച്ചേ എന്ന് പറഞ്ഞു പല്ലവിയോട്. അപ്പൊ പല്ലവി ചെന്ന് പൂർണിമയെ വിളിക്കുകയാണ്. അപ്പൊ ഇവരെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വന്നു. ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും ഇരുത്തി.
മാധവ മേനോന്റെ രണ്ടാമത്തെ ഭാര്യയാണ് പൂർണിമ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഈ കല്യാണത്തിന് സമ്മതം മൂളിലായിരുന്നു എന്ന് ഉടനെ നമ്മുടെ ശ്രീദേവി പറയുക. പ്രതാപൻ ഈ ബന്ധത്തിന് ഒരു പ്രത്യേക താല്പര്യം ഉള്ളത് കൊണ്ട് മാത്രമാണ്. പിന്നെ കല്യാണം മുടങ്ങിയപ്പോ ആരാ നാണം കെട്ടതെന്ന് അറിയാലോ. ഇനി ഞാൻ പറയണ്ടല്ലോ. ആരുടെ കുറ്റം കൊണ്ട് ആ കല്യാണം മുടങ്ങിയത്? അച്ഛൻ്റെ കുറ്റം കൊണ്ടൊന്നും അല്ലല്ലോ എന്ന് ചോദിച്ചു പല്ലവി. ആരുടെ കുറ്റം കൊണ്ടാ? എൻ്റെ മോന്റെ കുറ്റം കൊണ്ടാണോ എന്ന് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ ഈ സഭയിൽ കയറി സംസാരിക്കാൻ നീ ആരാ? അതെ, ബാല്യക്കാരിയുടെ സ്ഥാനത്ത് നിൽക്കണം, അല്ലാതെ ഇവിടെ കയറി സംസാരിക്കാൻ നിൽക്കണ്ട. എനിക്ക് എൻ്റെ അമ്മയുടെ സ്ഥാനത്താ പൂർണിമാമ്മ. അമ്മ ആരെ കുറ്റപ്പെടുത്തിയാലും എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം പല്ലവി, വേണ്ട, അവര് പറയട്ടെ, അവര് പറയുന്നതൊക്കെ കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ് എന്ന് പറയാണ്. എൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞു, അവരുടെ മോന്റെ കാര്യത്തിലോ? അപ്പൊ പിന്നെ അവരൊന്നും പറയാൻ പറ്റില്ലല്ലോ. ചേച്ചി, വിധി, അതിപ്പോ തൽക്കാലം അതങ്ങനെ കരുതി നമുക്കിതെല്ലാം മറക്കാം എന്ന് പ്രതാപൻ ഇങ്ങനെ പറയാ. എന്തിനാ പ്രതാപേട്ട വളച്ചു കെട്ടുന്നത്? വന്നിനെന്തിനാന്ന് തുറന്നു പറഞ്ഞൂടെ എന്ന് ചോദിക്കുകയാണ് പത്മ. അതായത് ചേച്ചി, അതെ, ഏതായാലും ഈ കല്യാണം മുടങ്ങി, പക്ഷേങ്കില് പകരം മറ്റൊരു വിവാഹം നടത്തിയാലോ എന്നാ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഒന്നും മനസ്സിലായില്ല, ഇങ്ങനെ നോക്കുകയാണ്. ഇതെന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള മട്ടിൽ ഇവരിങ്ങനെ ആലോചിച്ചു കേട്ടോ. പല്ലവിക്കും ഒന്നും മനസ്സിലായില്ല. തുറന്നു പറയാലോ പൂർണിമേ, നിഖിലിനെ ഋതികയെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്, എനിക്കും അതിഷ്ടാണ്, എന്തു പറയുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സേതു വരുന്നത്. നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സേതുവിന്റെ വരവ്. അപ്പൊ പൂർണിമയ്ക്ക് ഒന്നാമത് സേതുവിനോട് ദേഷ്യ. ചേച്ചി, നല്ല ആലോചനയാ, എന്നായാലും ഋതികയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചേ പറ്റൂ. അപ്പൊ പിന്നെ ഇന്നല്ലെങ്കിൽ നാളെ അത് നടക്കും. എന്നാ പിന്നെ ഇപ്പോഴായാലും എന്താ കുഴപ്പം എന്ന് ചോദിച്ചു. കുഴപ്പമുണ്ട്, നിഖിലിനെ പോലെ ഒരുത്തൻ, അതായത് ഇതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. നിന്റെ സമ്മതം ആർക്ക് വേണം എന്ന് ചോദിച്ചു പൂർണിമ. എന്റെ പെൺമക്കളെ നിനക്ക് ബോധിക്കുന്നവർക്ക് മാത്രമേ കെട്ടിച്ചു കൊടുക്കാവൂന്ന് ഈ വിൽപത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു പൂർണിമ. അപ്പൊ ഒന്നും മിണ്ടിയില്ല സേതു, മിണ്ടാതെ അങ്ങനെ നിന്നു. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്തിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ കുറെ നേരം നിന്നിട്ട് നിങ്ങൾ പറഞ്ഞ നിർദ്ദേശം എനിക്ക് സമ്മതമാ എന്ന് പൂർണിമ പറഞ്ഞു. അപ്പൊ ഇവർക്ക് ഭയങ്കര സന്തോഷമായി. പ്രതാപനും പത്മയ്ക്കും നിഖിലിനെ കൊണ്ട് നിന്റെ മകൾ ഋതികയെ കെട്ടിക്കാൻ ഞാൻ ഒരുക്കമാണ് എന്ന് പറഞ്ഞു. അപ്പൊ കുറച്ചു നേരം ഇങ്ങനെ നിന്നു. അമ്മേ, അത് വേണ്ട, അത് ശരിയാവില്ല ബന്ധം എന്ന് അവിടെ നിന്ന് പല്ലവി ഇങ്ങനെ പറഞ്ഞു. ആരും എന്നെ തിരുത്തണ്ട, ഞാൻ അത് തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഈ സമയത്താണ് നമ്മുടെ ഋതിക, പ്രതാപ, കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ ഈ കല്യാണം നടക്കുകയും ചെയ്യണം. ശരി ചേച്ചി. അപ്പൊ ഋതു അങ്ങോട്ടേക്ക് വന്നിട്ട്, എല്ലാം തീരുമാനിക്കുന്നതിന് മുൻപ് എന്റെ അഭിപ്രായം അറിയണ്ടേ? ആർക്കൊക്കെ അറിയണ്ടേ? അങ്ങനെ ഒരു പതിവില്ലേ അമ്മേ? നിനക്ക് സമ്മതമായിരിക്കുമല്ലോ, എനിക്കതറിയാം എന്ന് പറഞ്ഞു. അപ്പൊ കുറച്ചേരം നിന്നിട്ട്, നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയായിരിക്കും മോളെ. അതെന്നെ, സത്യത്തിൽ അവന്തിയേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് നിന്നെയാ. എന്നെ മരുമകളായിട്ട് എന്തുകൊണ്ടും യോഗ്യതയുള്ളത് അവൾക്കല്ല, നിനക്ക് തന്നെയാ എന്ന് ശ്രീദേവിയും പറയാണ്. അവക്ക് സമ്മതമായിരിക്കും, അവളുടെ മുഖം കണ്ട അറിഞ്ഞൂടെ? ഇല്ല, എനിക്ക് സമ്മതമല്ല എന്ന് ഋതിക കട്ടായം തുറന്നങ്ങ് പറഞ്ഞു കേട്ടോ. ഈ അടി കിട്ടിയ പോലെ ആയി. എനിക്ക് കല്യാണവും വേണ്ട തൽക്കാലം. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്കിതിൽ ഒട്ടും താല്പര്യമില്ല. അല്ല മോളെ ഋതു, അത് പിന്നെ ചേച്ചി അന്വേഷിച്ചു വന്നിട്ട് അനിയത്തെ കെട്ടുന്ന ആ ഏർപ്പാട് നാട്ടിൽ പലയിടത്തും നടക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ അത് ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞു. എന്തോ എനിക്ക് ആ രീതിയോട് ഒട്ടും താല്പര്യമില്ല. മാത്രവുമല്ല നിഖിലിനെ എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടുമില്ല എന്നൂടെ ആ കൂട്ടത്തില് ഋതു അങ്ങ് പറഞ്ഞു. മുഖത്ത് നോക്കി തന്നെ അങ്ങ് പറഞ്ഞു. അപ്പൊ ഇവര് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കല്യാണം തൽക്കാലം നടക്കില്ല, ആര് ശ്രമിച്ചാലും. അമ്മയെ പോലെ തന്നെയാ ഞാൻ. അമ്മ ഒരു വാക്ക് പറഞ്ഞ അതിൽ നിന്ന് മാറില്ല, ഞാനും അതുപോലെ തന്നെയാ എന്ന് പറഞ്ഞു. അപ്പൊ പപ്പിയും പറയാണ് കേട്ടോ, അല്ല ഒന്നുകൂടി ആലോചിച്ചിട്ട് ഇനി ഒന്നും ആലോചിക്കാനില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സേതുവിനും പല്ലവിക്കും ഒക്കെ ഭയങ്കര ആശ്വാസമായി ഋതുവിന്റെ ഈ സംസാരം. വാ പ്രതാപ, ഇപ്പം എന്റെ മോന് കൊള്ളാവുന്ന പെണ്ണ് വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് ഞാൻ നോക്കാം. അല്ല ചേച്ചി, അത് പിന്നെ ദേ, ഇനി മേലിൽ പൂർണിമേ, ഞാനിത് എഴുതി തന്നെ വെക്കൂട്ടോ. ഈ ശ്രീദേവി ഒന്നും മറക്കില്ല. സന്തോഷം, കുറെ നല്ല അനുഭവങ്ങൾ തന്നതിന് ശ്രീദേവി ഒന്നും മറക്കില്ലാത്ത കൂട്ടില്ല.
പിന്നെ കാണണം എന്നെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. അപ്പൊ പ്രതാപനും പോയി കേട്ടോ. പിന്നെ ഏറ്റവും സന്തോഷത്തിൽ നിൽക്കുന്നത് സേതുവും പല്ലവിയാണ്. അപ്പൊ ഋതിക അവിടെ ഇരിക്കുന്ന സമയത്ത് പല്ലവി ഋതുവിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അടുത്തേക്ക് ചെന്നിട്ട്, അല്ല ഋതു ഈ കല്യാണത്തിന് സമ്മതം മൂളും എന്നാ ആ പ്രപ്പോസല് ഋതു സ്വീകരിക്കുന്നത് തന്നെയായിരുന്നു എന്റെ ഒരു പ്രതീക്ഷ. സ്വീകരിച്ചില്ലല്ലോ, നന്നായി എന്ന് പറഞ്ഞു. കെട്ടി ഒരുത്തരെ കെട്ടുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ ആരുടെയെങ്കിലും വീട്ടിൽ ജീവിക്കുക. ഓ, ഇതൊക്കെ നീ ചെയ്യുമായിരിക്കാം, പക്ഷെ ഞാൻ ഒരിക്കലും ചെയ്യില്ല. പല്ലവി അല്ല ഋതു, നിഖിൽ ഈ വീട്ടില് ആർക്കും ചേരുന്ന ഒരു ബന്ധമല്ല ഋതു. എന്നിട്ടും പ്രതാപം വന്ന് പറഞ്ഞപ്പോ അമ്മ എന്തിനാ സമ്മതിച്ചെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. നീ എന്തിനാ ഈ ഭാരിച്ച കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്? നിന്നെ ബാധിക്കുന്ന വിഷയമൊന്നും അല്ല ഇത്. പിന്നെന്താ നിന്റെ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും സേതു അങ്ങോട്ടേക്ക് വരിക. ഓഹോ, അപ്പം അറിയേണ്ടത് നിനക്കല്ല, ഇങ്ങേർക്കായിരുന്നു അല്ലേ? പറഞ്ഞുതരാം. അമ്മ എന്തുകൊണ്ട് ആലോചന സ്വീകരിച്ചു, അതിന്റെ കാരണം അമ്മയോട് ചോദിക്കണം. പിന്നെ ഞാൻ എന്തുകൊണ്ടത് റിജക്റ്റ് ചെയ്തു എന്ന് അതിന്റെ കാരണം നീയൊന്നും കരുതുന്നത് പോലെ ഒരു കാരണമേ അല്ല എന്ന് പറയാണ് ഋതിക. അച്ഛന്റെ വിൽപത്ര പ്രകാരം 1 കൊല്ലത്തിനുള്ളിൽ എന്റെ വിവാഹവും നടക്കണം, എങ്കിൽ മാത്രമേ വിൽപത്രത്തിന് വാല്യൂ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ കെട്ടിയില്ലെങ്കിലോ പറ, അത് ക്യാൻസൽ ആകുക തന്നെ ചെയ്യും. അതാണ് എന്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ സേതുവിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി, ഇവളുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന്. ഇനി രണ്ടാമത്തെ കാരണം, പിന്നെ വ്യക്തിപരമായിട്ട് എനിക്ക് കല്യാണം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതേ ഇല്ല എന്ന് പറഞ്ഞു. കുടുംബമാവുമ്പോ ഭർത്താവിനെ വെച്ച് വിളമ്പണം, പിന്നെ കുട്ടികളുണ്ടാവും, അവരെ കുളിപ്പിക്കണം, ഡയപ്പർ മാറ്റുക, ഓ ഇതൊന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യമേ അല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാ ഇത്രയും കാലം ഒരു പ്രേമത്തിൽ പോലും ചെന്ന് ചാടാതെ ഞാൻ ജീവിച്ചതിന് കാരണം. അച്ഛൻ്റെ കല്യാണം നിങ്ങൾ നടത്തി, ഓക്കെ, ഇനി എന്റെ കല്യാണം നടത്താൻ ഒന്ന് നോക്ക്, ഒന്ന് ശ്രമിച്ചു നോക്ക്. സാധിക്കില്ല എന്ന് ഞാൻ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞു. അടുത്ത കൊല്ലം ഇതേ സമയമാവുമ്പോ സേതുമാധവൻ, അതായത് താൻ ഈ വീടിന് പുറത്താവും എന്ന് സേതുവിനോട് പറഞ്ഞു. അപ്പൊ സേതു ഒന്ന് ചിരിച്ചിട്ട് അന്ന് കിട്ടിയ അടിയുടെ ചൂട് മാറിയെന്ന് തോന്നുന്നല്ലോ ഋതികെ എന്നുള്ള മട്ടില് ഒരെണ്ണയും കൂടെ ഞാൻ അങ്ങ് തരട്ടെ എന്ന് ചോദിച്ചു. പിന്നെ ഋതു ഒന്നും മിണ്ടിയിട്ടില്ല, ഋതുവിന്റെ കടങ്ങിപ്പോയി എന്ന് പറയാം. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു.